ഹായ്, ഞാൻ ഡോക്ടർ ഗണേഷ്. ഡോക്ടർ ഗീത സാർഷ ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. ഹൈപ്പർ ടെൻഷൻ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, മറ്റൊന്ന് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ കൂടാതെ വരുന്ന ഹൈപ്പർ ടെൻഷനാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ. നമ്മുടെ നാട്ടിൽ ഏകദേശം 90-95% ആളുകളിൽ കാണുന്നത് പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ്. എന്നാൽ മറ്റേതെങ്കിലും രോഗവുമായി അനുബന്ധിച്ച് വരുന്ന അസുഖമാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ഇനി നമുക്ക് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഹൈപ്പർ ടെൻഷൻ ഒരു ജീവിതശൈലി രോഗമാണെന്ന്. അതുകൊണ്ട് തന്നെ തെറ്റായ ജീവിതശൈലി തന്നെയാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ കാരണമാകുന്നത്. ഉദാഹരണത്തിന്, സമയം തെറ്റിയുള്ള ആഹാരം, പുകവലി, മദ്യപാനം, പൊണ്ണത്തടി തുടങ്ങിയ കാരണങ്ങൾ പ്രൈമറി ഹൈപ്പർ ടെൻഷനിലേക്ക് എത്തിക്കുന്നു. ഹൈപ്പർ ടെൻഷനെ കുറിച്ച് പറയുമ്പോൾ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് അറിഞ്ഞിരിക്കുന്നതാണ്. സാധാരണഗതിയിൽ വേറെ അസുഖമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ 120/80 ആണ് കണ്ടുവരുന്നത്. ഇത് 140/90 മുകളിൽ പോകുമ്പോഴാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ വരുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ക്ഷീണം, തലവേദന, തലകറക്കം, ഉറക്കമില്ലായ്മ, കൂടുതൽ സമയം നടക്കുമ്പോൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ചയ്ക്ക് മങ്ങൽ വരിക തുടങ്ങിയവയാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷന്റെ ലക്ഷണങ്ങൾ.